നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലെന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി മെഡിക്കൽ കോളേജിനെ വെറുമൊരു റെഫറൽ ആശുപത്രിയാക്കി ഈ സർക്കാർ മാറ്റി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സ്വപ്ന പദ്ധതിയായി തുടങ്ങിയ ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചതിന്റെ ക്രെഡിറ്റാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളതെന്നും ഡീൻ കുര്യാക്കോസ്. വീട് വയ്ക്കുന്നതിന് പോലും സ്വന്തം പട്ടയഭൂമിയിലെ കല്ല് പൊട്ടിക്കാൻ അനുമതി ലഭിക്കാത്ത നാട്ടിൽ നിന്നും റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു. റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ചു കടത്തിയത് ഉടുമ്പൻചോല പഞ്ചായത്തിലെ CHRനോട് ചേർന്നുള്ള പ്രദേശത്തു നിന്ന്. അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ അടയ്ക്കാനുള്ളത് ലക്ഷക്കണക്കിന് രൂപ. നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിച്ചതുകൊണ്ടുള്ള മനോവിഷമം മൂലമെന്ന ആരോപണം. സംഭവത്തെ തുടർന്ന് CITU പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് തൂക്കുപാലം കല്ലുമ്മേക്കല്ല് സ്വദേശി സോണി ജോസഫ്. മാങ്കുളം കള്ളക്കൂട്ടിക്കുടിയിലെ കുടുംബങ്ങളുടെ ദുരിതയാത്ര ഈ മഴക്കാലത്തും തുടരുന്നു. കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്ക് കാരണം ഉന്നതിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തത്. നിലവിൽ കുടിനിവാസികൾ യാത്ര ചെയ്യുന്നത് കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കെട്ടിയുണ്ടാക്കുന്ന ഈച്ചപ്പാലത്തിലൂടെ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലെന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി മെഡിക്കൽ കോളേജിലും സമാന സ്ഥിതിയാണ്. മെഡിക്കൽ കോളേജിനെ വെറുമൊരു റെഫറൽ ആശുപത്രിയാക്കി ഈ സർക്കാർ മാറ്റി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സ്വപ്ന പദ്ധതിയായി തുടങ്ങിയ ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചതിന്റെ ക്രെഡിറ്റാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയ സംഭവമാണെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ മേഖല സമ്പൂർണ്ണമായി വെന്റിലേറ്ററിലായിരിക്കുന്ന സ്ഥിതിയാണ് എന്നുള്ളത് അതിശയോക്തിയില്ലാത്ത വസ്തുതയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിലും സമാനമായ സ്ഥിതിയാണ്. സകലമാന ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്ന് ലഭിക്കുന്നില്ല, ചികിത്സ ലഭിക്കുന്നില്ല. കഷ്ടപ്പാടും ദുരിതമല്ലാതെ ഒരാൾക്കൊന്നും പറയാനുമില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു മെഡിക്കൽ കോളേജ്. ഗവൺമെന്റ് യാതൊന്നും ചെയ്യാതെ, ഒരു ചികിത്സയും ലഭ്യമാക്കാതെ കേവലം ഒരു റഫറൽ ആശുപത്രി പോലെയാക്കി ഇന്ന് മാറ്റിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതിയായി ആരംഭം ചെയ്ത ഈ പദ്ധതി അട്ടിമറിച്ചതിന്റെ ക്രെഡിറ്റാണ് ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളത്. ഏതെങ്കിലും ഒരു ചെറിയ ആവശ്യമായിട്ട് പോലും, എന്തിനേറെ പറയുന്നു, ഒരു ഓർത്തോ സംവിധാനം പോലും, എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റർ ഇടേണ്ട രീതിയിൽ പോലുമുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ സംഭവം അത് അങ്ങേയറ്റം വേദനാജനകമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ആശുപത്രികളിലും വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കാത്തത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട്. ഇടുക്കി ജില്ലയിലും ആ തരത്തിൽ തന്നെയുള്ള പ്രതിഷേധം ഇന്ന് നിലനിൽക്കുന്നു. അതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകുന്നത്. സാധാരണക്കാരന് ചികിത്സ ലഭിക്കണം, അവന് ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ആ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ താലൂക്ക് ആശുപത്രികളിലേക്കുള്ള സമര പരിപാടികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീട് വയ്ക്കുന്നതിന് പോലും സ്വന്തം പട്ടയഭൂമിയിലെ കല്ല് പൊട്ടിക്കാൻ അനുമതി ലഭിക്കാത്ത നാട്ടിൽ നിന്നും റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ CHRനോട് ചേർന്നുള്ള പ്രദേശത്തു നിന്നാണ് റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ചു കടത്തിയത്. കേസെടുത്ത് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പിഴ അടയ്ക്കുന്നതിന് കയ്യേറ്റക്കാർ തയ്യാറായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ അടയ്ക്കാനുള്ളത്. വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ പാറ പൊട്ടിച്ചു കടത്തിയത്. ചതുരംഗപ്പാറ വില്ലേജിലെ പാപ്പൻ താവളത്തിൽ സർവേ നമ്പർ 35/1 സർക്കാർ ഭൂമിയിൽ നിന്നുമാണ് അനധികൃതമായി പാറ ഖനനം ചെയ്ത് കടത്തിയത്. സംഭവത്തിൽ പൂഞ്ഞാർ സ്വദേശി കൊച്ചേട്ടണ്ണിൽ ജോർജ് ജോൺ, പാലാ സ്വദേശി വാലുപാറയിൽ V വിനോദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയൽറ്റിയായി 13,23,700 രൂപ പിഴയടയ്ക്കുവാനും നിർദ്ദേശിച്ചു. എന്നാൽ പാറ പൊട്ടിച്ചു കടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയും ഉപേക്ഷിച്ച് മലയിറങ്ങിയതല്ലാതെ 1 രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളുടെ പാറ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയതെന്നതും കാണേണ്ടതാണ്. ഇവിടുന്ന് പാറ 3500ഓളം മെട്രിക് ടൺ പാറ പൊട്ടിച്ച് കടത്തി. പോലീസ് FIR ഇടുകയും വില്ലേജ് ഓഫീസിൽ നിന്ന് അതിന് FIR ഇടുകയും ചെയ്തിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കാതെ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നതമായ നേതാക്കന്മാർ ബന്ധപ്പെട്ട്
അത് തടഞ്ഞു വെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. സാധാരണക്കാരനാണെങ്കിൽ അവനെക്കൊണ്ട് പാറ പൊട്ടിപ്പിക്കുന്നതിനോ അവന് വീട് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ലൈഫ് ഭവന പദ്ധതിക്ക് പോലും 3 സെൻറ്റിനുള്ളതിന് ഈ CHR മേഖലയിൽ വീട് വെക്കാൻ അനുവാദം കൊടുക്കാത്ത സർക്കാർ, അതുപോലെ റവന്യൂ വകുപ്പുകാർ, അവരാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ പാറ പൊട്ടിച്ച് കടത്തിയ, മോഷണം നടത്തിയ ആളുകൾക്ക് എതിരെ കർശനമായി നടപടി സ്വീകരിക്കുന്നതിനും, അതുപോലെ തന്നെ പൊട്ടിച്ച് കടത്തിയ പാറയ്ക്ക് സർക്കാരിൽ നിന്ന് പൈസ ഈടാക്കി, റവന്യൂ വകുപ്പിൽ നിന്ന് പൈസ ഈടാക്കുന്നതിനുള്ള വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രദേശത്തു നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട്. ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ച് മലയിറങ്ങുകയാണ് ചെയ്തത്. സർക്കാർ ഭൂമിയിലെ പാറ മോഷ്ടിച്ച് വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിച്ചതുകൊണ്ടുള്ള മനോവിഷമം മൂലമെന്ന ആരോപണം. സംഭവത്തെ തുടർന്ന് CITU പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധിച്ചു. തൂക്കുപാലം കല്ലുമേക്കൽ സ്വദേശി സോണി ജോസഫാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. തൂക്കുപാലത്ത് വർഷങ്ങളായി ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ആളാണ് സോണി ജോസഫ്. കഴിഞ്ഞ ദിവസം ടൗണിൽ പ്രവർത്തിക്കുന്ന സോണി ഫിഷറീസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ഇയാൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ജീവനക്കാർ ഇയാളെ മർദ്ദിച്ചതായാണ് ആരോപണം. ഇതേ തുടർന്നുണ്ടായ മനോവിഷമത്തെ തുടർന്ന് സോണി കഴിഞ്ഞ ദിവസം രാത്രിയോടെ ജീവൻ ഒടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് CITU പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. മർദ്ദനത്തിൽ മനം നൊന്ത് അദ്ദേഹം സ്വന്തം വീട്ടിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുകയും മരണമടയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തൂക്കുപാലം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും CITU അതുപോലെ തൂക്കുപാലം ലോക്കൽ കമ്മിറ്റിയും ശക്തമായ രീതിയിൽ കൂടെ പ്രതിഷേധിക്കുകയും പ്രതികളുടെ പേരിൽ നിയമ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായിട്ട് CITU മുമ്പോട്ട് പോകുമെന്ന് CITUവിൻ്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് നെടുങ്കണ്ടം പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സോണിയുടെ സംസ്കാരം നടന്നു. മാങ്കുളം കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങളുടെ ദുരിതയാത്ര ഈ മഴക്കാലത്തും തുടരുന്നു. ഉന്നതിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതാണ് കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്ക് കാരണം. 2018 പ്രളയത്തിൽ പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന പാലം ഒഴുകിപ്പോകുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഓരോ മഴക്കാലത്തും കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കുടിനിവാസികൾ കെട്ടിയുണ്ടാക്കുന്ന ഈറ്റപ്പാലത്തിലൂടെയാണ് കുടുംബങ്ങളുടെ സാഹസിക യാത്ര. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. കുടിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് 7 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷേ പാലം യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ഈ മഴക്കാലത്തും തങ്ങളുടെ ദുരിതയാത്ര തുടരുകയാണെന്ന് കുടിനിവാസികൾ പറയുന്നു. വലിയ നേരത്തുള്ള പാലം ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് 2-3 കൊല്ലമായിട്ട് പണിന്ന് ഇത് ഉണ്ടാക്കുമായിരുന്നു. അതിപ്പോൾ എല്ലാം പോയതാണ് പാലം. അരി മേടിക്കണമെന്ന് ഈ പാലത്ത് തന്നെ ഞങ്ങൾ കടന്നു പോകണം, ഇല്ലെങ്കിൽ നടക്കില്ല. അത് അങ്ങനെയുള്ളൊരു പ്രശ്നമാണ്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുക അനുവദിച്ചുവെന്നും നിർമ്മാണ ജോലികൾ നടത്തുമെന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുമ്പുണ്ടായിരുന്നു. പക്ഷേ പുതിയതായി ഒന്നും സംഭവിച്ചില്ല. അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്കു കുറുകെ അക്കരെ ഇക്കരെ കടക്കാൻ കുടിനിവാസികൾ തന്നെ ഓരോ മഴക്കാലത്തും ഈറ്റുകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പറയത്തക്ക ഉറപ്പൊന്നുമില്ലാത്ത പാലത്തിലൂടെയാണ് ഉന്നതിയിലെ മുഴുവൻ ആളുകളുടെയും യാത്ര. ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഈറ്റപ്പാലത്തിലൂടെ യാത്ര ചെയ്യവേ ഉന്നതിയിലെ ഒരു ബാലിക പാലത്തിൽ നിന്നും പുഴയിൽ പതിക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായും പ്രദേശവാസികൾ പറഞ്ഞു. മഴക്കാലത്താകുമ്പോഴത്തേനും 2018 തകർന്നുപോയ പാലമാണിത്. അപ്പോഴത്തേനും മഴക്കാലത്ത് 10-16 പിള്ളേർ സ്ഥിരം ഇതിൽ കൂടിയാണ് പോണേ, ഈ പാലത്തിൽ കൂടി ഞങ്ങളുടെ. അപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 5-6 കൊല്ലമായിട്ട് ഈ പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്, ഈറ്റപ്പാലത്തിൽ കൂടി. അപ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ പാലത്തിൻ്റെ സൈഡിലായിട്ട് കാല് തന്നിപ്പോയിട്ട് കമ്പി തൂങ്ങിക്കിടന്നാണ് രക്ഷപ്പെട്ടത്. കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങൾ കരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്ത് വാങ്ങണമെങ്കിലും പുഴ കടന്ന ഇക്കരെ എത്തണം. ഉന്നതിയിലെ കുട്ടികളും പുഴ കടന്നു വേണം വിദ്യാലയത്തിൽ എത്താൻ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്.
തകർന്ന പാലത്തിന് പകരം പുതിയ പാലം മാത്രമല്ല കള്ളക്കൂട്ടിക്കുടിയിലേക്കുള്ള റോഡിന്റെയും നിർമ്മാണം നടത്തേണ്ടതായുണ്ട്. വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമായാൽ പുഴയുടെ അക്കരെ ഇക്കരെ മരങ്ങളെ ബന്ധിപ്പിച്ചു നിർമ്മിച്ചിട്ടുള്ള വളരെ ഉയരവും നീളവുമുള്ള ഈറ്റപ്പാലത്തിലൂടെ സാഹസിക യാത്ര തുടരേണ്ടി വരുമല്ലോ എന്ന നിസ്സഹായ അവസ്ഥയിലാണ് കള്ളക്കൂട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ. അതേസമയം പാലം നിർമ്മാണം പരിഗണനയിലുണ്ടെന്ന വിവരം മാത്രമാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. കുർത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രി സൂപ്രണ്ടിനെ മുറിക്കുള്ളിൽ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് സംഘർഷാവസ്ഥ രൂപം കൊള്ളാൻ ഇടയാക്കി. പിന്നീട് പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്നും നീക്കി. കുരത്തിക്കുടിയിൽ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വീഴ്ചയാണെന്നാരോപിച്ചും സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം കുഞ്ഞു മരിച്ച യുവതിക്ക് സർക്കാർ സഹായം ലഭ്യമാക്കുക, അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലൂടെ മുമ്പോട്ട് വച്ചു. എന്നിട്ടും 10-12 ദിവസമായിട്ടും നാളിതുവരെ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച ഡോക്ടർക്കെതിരെ യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ കൊലക്കുറ്റമെടുക്കണമെന്നാണ്, കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ കാത്ത് ലാബ് അടക്കം ബ്ലഡ് ബാങ്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബിൽഡിംഗ് അടക്കം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്നാൽ അധികാരികളും DMOയുടെയും ഒക്കെ ഇടപെടൽ മൂലം അത് പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. ഇവിടെ പ്രസവ വാർഡുണ്ട്, അത് അൺഫിറ്റ് ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പുതിയ ബിൽഡിംഗ് പണിതിട്ടുണ്ട്. ആ ബിൽഡിംഗിലേക്ക് അവരെ അടിയന്തരമായി മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആവർത്തിക്കാൻ പോവുകയാണ്. സൂപ്രണ്ടിനെ മുറിക്കുള്ളിലിരുത്തി സമരം നീണ്ടതോടെ സംഘർഷാവസ്ഥ രൂപം കൊണ്ടു. കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്നും നീക്കി. താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ചിട്ടുള്ള പുതിയ കെട്ടിടമടക്കം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യവും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലൂടെ മുമ്പോട്ട് വെച്ചു. കുർത്തിക്കുടി ആദിവാസി ഉന്നതിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധവുമായി ആദിവാസി ക്ഷേമസമിതി രംഗത്ത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആദിവാസി ക്ഷേമസമിതി നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതിയുടെ ആരോഗ്യനില വേണ്ട വിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്ന ആരോപണം ആദിവാസി ക്ഷേമസമിതിയെ മുമ്പോട്ട് വയ്ക്കുന്നു. കുരത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധവും അടിമാലി താലൂക്ക് ആശുപത്രിക്കെതിരെ ആക്ഷേപങ്ങളും ഉയരുന്നതിനിടയിലാണ് വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിച്ച ആദിവാസി ക്ഷേമസമിതിയും രംഗത്തെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആദിവാസി ക്ഷേമസമിതി നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി യുവതിയുടെ ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്ന് ആദിവാസി ക്ഷേമസമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി MR ദീപു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ വിഷയം, ജീവനക്കാർ കെടുകാര്യസ്ഥം തന്നെ ഊന്നി പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥം മൂലം നവജാത ശിശുക്കളുടെ മരണം, അതുപോലെ തന്നെ മറ്റുള്ള ചികിത്സകളൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കുട്ടിയുടെ മരണത്തിനടക്കം മറ്റുള്ള ചികിത്സാ പിഴവുകൾക്കടക്കം ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ജീവനക്കാരെയും കടുത്ത ശിക്ഷകൾ കൊടുക്കണം. അവർക്ക് ഏത് രീതിയിലുള്ള നടപടികളാണോ വിധേയമാക്കേണ്ടതെന്ന് ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. അത് പൊതുസമൂഹം അറിയണമെന്നാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്. സംഭവത്തിൽ അന്വേഷണം നടത്തി താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആദിവാസി ക്ഷേമസമിതി ആവശ്യമുന്നയിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെട്ട നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് അതിന് വിപരീതമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും ക്ഷേമസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ ആദിവാസി ക്ഷേമസമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി MR ദീപു, പ്രസിഡന്റ് ഗോപി രാമൻ, ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു.
മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടി മുങ്ങിയ പിടികിട്ടാപ്പുള്ളിയായ യുവതിയെ 19 വർഷത്തിന് ശേഷം പോലീസ് പിടികൂടി. തങ്കമണി പാലോളിൽ ബിനീത തങ്കപ്പനാണ് എറണാകുളത്ത് നിന്ന് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. 2006 ഫെഡറൽ ബാങ്ക് കട്ടപ്പന ശാഖയിൽ 50 ഗ്രാം മുക്കുബണ്ടം പണയം വെച്ച് 25,000 രൂപ തട്ടിയെടുത്ത ശേഷം മുങ്ങിയ കേസിലാണ് തങ്കമണി പാലോളിൽ ബിനീത തങ്കപ്പൻ പിടിയിലായത്. 2006 അറസ്റ്റിലായ യുവതി ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോയതിനെ തുടർന്ന് കട്ടപ്പന കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 19 വർഷമായി പോലീസിനെ കബളിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇവർ. ഇടുക്കി DCRB ഡിവൈഎസ്പി KR ബിജുവിന്റെയും കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളം നെടുമ്പാശ്ശേരിക്കടുത്തുള്ള കാരക്കുന്നത്ത് നിന്നുമാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. 19 വർഷമായി യുവതിയെ പോലീസ് തെരഞ്ഞു വരികയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോൻ, DCRB ഡിവൈഎസ്പി KR ബിജു, SCPO ജയേഷ് മോൻ, ജോബിൻ ജോസ്, വനിതാ SCPO VV സബീന BV എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി. കേരളത്തിലെ ആശുപത്രികൾ ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറിയെന്ന UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആശുപത്രികൾ ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ ആശുപത്രികൾ ഇന്ന് ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും കേരളത്തിലെ ആശുപത്രികളുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ശോച്യാവസ്ഥ അത് അവർക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യത്വമില്ലാത്ത മന്ത്രിയും മുഖ്യമന്ത്രിയും ഭരണാധികാരികളുമാണ് ഈ സംസ്ഥാനത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളെ ഏവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. അവിടെ കെട്ടിടത്തിലേക്ക് അവിടെ ആശ്വാസ പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലുവാൻ അവിടെ ഫയർഫോഴ്സിന് കടന്നു ചെല്ലുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതോ ഒക്കെ യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെയുള്ള കെട്ടിട നിർമ്മാണം നടന്നു എന്നുള്ളത് കൊണ്ടാണ് ആശുപത്രിയുടെ രോഗികൾ കിടക്കുന്ന തിണ്ണയിലൂടെ വാർഡിൻ്റെ തിണ്ണയിലൂടെ വാർഡിനകത്തൂടെ അവിടെ അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ കയറ്റിക്കൊണ്ടു പോകേണ്ടി വരിക. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയി പുരുന്നോലി, KA മാത്യു, ഷാജി വെള്ളമാക്കൽ, ഷമീജ് K ജോർജ്, പ്രശാന്ത് രാജു, ലീലാമ്മ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലവും കത്തിച്ചു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ബോധപൂർവം ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാറിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടെന്നും സലിംകുമാർ ആരോപിച്ചു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഈ കാര്യങ്ങളിൽ ഇടപെടുവാനും അത്തരം കാര്യങ്ങൾക്കോ ഫണ്ട് വിനിയോഗിക്കുവാനും എല്ലാം കഴിയുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചാൽ ആ മേഖലയിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുവാൻ വേണ്ടി കഴിയും. വനാതിർത്തിയിൽ തന്നെ 30 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്നുണ്ട് എന്നാണ് ഫോറസ്റ്റിന്റെ കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. അപ്പൊ ഈ പറയുന്ന തരത്തിലേക്ക് വന്യമൃഗങ്ങളുടെ ശല്യം, വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണം തടയുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കർശനമായ നിയന്ത്രണവും നടപടിയും ഉണ്ടായെങ്കിൽ ഒരു പരിധി വരെ തടയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ കേരളത്തിലാണെങ്കിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുള്ള ആരോപണം ഉയരുന്നുണ്ട്. പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ പറയാം, തള്ളിക്കളയേണ്ട ഒരു വാദമല്ലാതെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ചില ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിശേഷിച്ച് നമ്മുടെ ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട്. അത്തരം ആളുകൾ ഇത്തരം സംഭവങ്ങളെല്ലാം പെരുപ്പിക്കുവാനും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനും ഇടയാവുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. റിട്ടയർഡ് ചെയ്ത ചില ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടുള്ള IFSകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ട്. വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി കാഞ്ചിയാർ ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ മുതൽ കട്ടപ്പന വരെ വനമഹോത്സവ വാഹന റാലി സംഘടിപ്പിച്ചു. ഉപ്പുതറയിൽ നിന്ന് ആരംഭിച്ച റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ ഉദ്ഘാടനം ചെയ്തു.
നാടിന്റെ പൊതുസ്വത്തായ വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മനുഷ്യനെയും മൃഗങ്ങളെയും മറന്നുകൊണ്ടുള്ള വനസംരക്ഷണവും പ്രകൃതിയെയും ജീവജാലങ്ങളെയും നശിപ്പിച്ചുകൊണ്ടുള്ള ജനസേവനവും ആരോഗ്യകരമല്ലെന്ന സമീപനമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം വിവിധ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കോട്ടയം ഡിവിഷന് കീഴിൽ വരുന്ന അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസ്, കാഞ്ചാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉപ്പുതറ മുതൽ കട്ടപ്പന വരെ വനമഹോത്സവ വാഹന റാലി സംഘടിപ്പിച്ചത്. ഉപ്പുതറയിൽ നിന്ന് ആരംഭിച്ച റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ. ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ, പരപ്പ്, മേരികുളം, മാട്ടുക്കിട്ട തുടങ്ങിയ ടൗണുകളിൽ ബോധവൽക്കരണം നൽകി. കാടില്ലെങ്കിൽ നാടില്ല, നാടില്ലെങ്കിൽ നാമില്ല എന്ന സന്ദേശമുയർത്തിയാണ് വനമഹോത്സവ റാലിക്ക് തുടക്കം കുറിച്ചതെന്ന് റേഞ്ച് ഓഫീസർ KV രതീഷ് പറഞ്ഞു. നമ്മുടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം വഴി നമ്മൾ ജനങ്ങളിലേക്ക് ഈ ഒരു ലഘുലേഖകൾ, നമ്മുടെ വനം വകുപ്പ് ചെയ്തു വരുന്ന പ്രവൃത്തികളും നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ, ഇപ്പോൾ നടന്നു വരുന്ന 10 കർമ്മ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. വനവും വന്യജീവികളും നമ്മുടെ ആവശ്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന കർമ്മ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് ജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. ഇതോടൊപ്പം ചലച്ചിത്ര താരം ജയന്റെ വേഷങ്ങൾ അണിഞ്ഞ കോട്ടയം രാധാ കമ്മ്യൂണിക്കേഷൻസിലെ രതീഷ് എത്തിയത് കാണികൾക്ക് കൗതുകമായി. ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പെരിയക്കനാൽ മേഖലയിൽ എത്തിയ പുലി തോട്ടം തൊഴിലാളി ജോസഫിന്റെ വളർത്തുനായയെ ആക്രമിച്ചു. ഒരാഴ്ചയായി തോട്ടം മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. 2 ദിവസം മുൻപ് രാജപാണ്ഡി എന്നയാളുടെ വളർത്തുനായയെ പുലി പിടിച്ചിരുന്നു. രാത്രിയിൽ നായയുടെ ഭീതിജനകമായ കുരകേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് പുലിയെ കണ്ടത്. തുടർന്ന് തൊഴിലാളികൾ ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു. പരിക്കേറ്റ വളർത്തുനായ്ക്ക് ചികിത്സ ലഭ്യമാക്കിയതായി ഉടമ പറഞ്ഞു. 2 நாளா புலி வீட்டில் பெரிய சல்லியம் பண்ணிக்கிட்டு இருக்கு. அங்கங்கே வருது. அடிக்கடி கோழியை பிடிக்க, நாயை பிடிக்க இப்படி தொந்தரவாக இருக்குது. ഒരാഴ്ച മുൻപ് തോട്ടം മേഖലയിൽ പുലിയെ നാട്ടുകാർ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. തോട്ടം മേഖലയിൽ പുലി ഇറങ്ങിയതായി ചൂണ്ടിക്കാട്ടി വനംവകുപ്പിൽ പരാതി സമർപ്പിച്ചിട്ടും പുലിയെ തുരത്താൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. புலிகள் நேற்றுக்கு ஃபாரஸ்ட் ஆஃபீஸில் கூப்பிட்டு சொல்லி ஃபாரஸ்ட் வந்தாங்க. நைட்டு பார்த்தாங்க, பார்த்துட்டு போயிட்டாங்க. ஒன்றும் அதோடைய நடவடிக்கை, அதுக்கு பிற்பாடு அவங்க காலையில் வரவும் இல்லை, ஒன்றும் செய்ய முடியல. வாட்டர் ஃபால்ஸ் பக்கத்தில் இருக்குது. கெஸ்ட்டுக நிறையா வருவாங்க, செய்வாங்க, போவாங்க. சின்ன பிள்ளைங்கள்லாம் வரும். ஆனால் புலி பெரிய புலி இப்போ ரொம்ப நடமாட்டம் கூடிருச்சு. முதல்ல கூட சும்மா சொன்னாங்கன்னு சொல்லி நாங்களும் நம்பாமத்தான் இருந்தோம். ஆனால் நேற்றுக்கு தான் நாங்கள் பார்த்தோம். இங்கே செக்ஷன் ஆஃபீஸர் வீட்டில் ஒரு நாயை பிடிச்சு அவர் கம்பு ചിറകെല്ലാം வச்சு எரிஞ்ச உடனே போட்டுட்டு ஓடிடுச்சு. ചക്കക്കൊമ്പനടക്കമുള്ള കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി ഉണ്ടാകുന്ന മേഖലയാണ് ചിന്നക്കനാൽ. ആനകൾ ഉയർത്തുന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുലിയും ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും വരും ദിവസം പ്രദേശവാസികളുടെ യോഗം വിളിച്ച ശേഷം പുലിയെ പിടികൂടാനുള്ള നടപടി ആരംഭിക്കുമെന്നും അറിയിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി ടൗണിലിറങ്ങി പടയപ്പ. കഴിഞ്ഞ രാത്രിയിലാണ് പടയപ്പ ടൗണിലിറങ്ങിയത്. ആളുകൾ ബഹളം വെച്ചതോടെ ആന ഇവിടെ നിന്നും പിൻവാങ്ങി. படைப்பெல்லாத்தையும் மாட்ட வச்சிருச்சு. திரும்ப போகுது, இங்கிட்ட வாங்க. വില്ലേജ് ഓഫീസർ ഇല്ലാതായതോടെ തങ്കമണി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിൽ. ഓഫീസർ സ്ഥലം മാറിപ്പോയതോടെയാണ് ഇവിടെ നിന്ന് ലഭിക്കേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കാലതാമസം നേരിടുന്നത്. ഉപ്പുതോട് വില്ലേജ് ഓഫീസർക്ക് താൽക്കാലിക ചുമതല നൽകിയെങ്കിലും തങ്കമണി ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് പരാതി. തങ്കമണി വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയതോടെയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിൽ എത്തുന്ന പൊതുജനങ്ങൾ ദുരിതത്തിലായത്. പകരം ഉപ്പുതോട് വില്ലേജ് ഓഫീസർക്ക് താൽക്കാലിക ചുമതല നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ കാര്യക്ഷമമായി ലഭിക്കുന്നില്ലെന്നതാണ് വസ്തുത. ബാങ്കുകളിലേക്കും മറ്റനുബന്ധ ആവശ്യങ്ങൾക്കുമായി വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുമാണ്. ഇത് കൃത്യമായി ലഭിക്കാതായതോടെ ജനങ്ങൾ വലയുകയാണ്. ഞാനൊരു ലോൺ അറ്റാച്ച്മെൻറ്റും പൊസിഷൻ സർട്ടിഫിക്കറ്റും മൂന്നാഴ്ച മേളിലായി കൂടെ അക്ഷയ വഴി അപേക്ഷ കൊടുത്ത്. ഇവിടെ അതിനുശേഷം വില്ലേജിൽ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ ചാർജിന് ആളില്ല, പകരം ആൾ മാറിപ്പോയി, പകരം ആൾ വന്നില്ലെന്നാണ് പറയുന്നത്. എനിക്ക് ലോൺ പുതുക്കേണ്ടതുകൊണ്ട് ഡേറ്റ് കഴിഞ്ഞ് പോയി. അതുകൊണ്ട് ഇരട്ടി പലിശ ഇനി അത് ഞാൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടിലും വിഷമത്തിലുമാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി പൊതുജനങ്ങൾ ഓഫീസിൽ കയറിയിറങ്ങുന്നുണ്ടെങ്കിലും നടപടികൾ എല്ലാം വൈകുകയാണ്.
അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാതെ വന്നതോടെ ജനങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് നേരിട്ടെത്തി തുടങ്ങി. അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് കട്ടപ്പുറത്ത്. ST വിഭാഗക്കാർക്ക് സൗജന്യ സേവനം നൽകി വന്നിരുന്ന ആംബുലൻസ് കട്ടപ്പുറത്തായതോടെ വൻ തുക നൽകി സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ആളുകൾ. അടിയന്തരമായി കഞ്ഞിക്കുഴി CHSക്ക് ആംബുലൻസ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. MLA റോഷി അഗസ്റ്റിൻ ലക്ഷങ്ങൾ മുടക്കി അനുവദിച്ചു നൽകിയ ആംബുലൻസാണ് കാലാവധി കഴിഞ്ഞ കട്ടപ്പുറത്തായത്. ഇതോടെ പിന്നോക്ക ആദിവാസി മേഖലകളായ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇത് കഞ്ഞിക്കുഴി CHSയിലെ ആംബുലൻസാണ്. ഈ ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് ഏകദേശം 1 വർഷത്തോളമായി. റോഷി അഗസ്റ്റിൻ്റെ ഭവനിൽ നിന്ന് നമുക്ക് അനുവദിച്ചിരുന്ന ആംബുലൻസാണ് ഇത് നമുക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു വാഹനമാണ്. കഞ്ഞിക്കുഴി CHS സംബന്ധിച്ച് ഒത്തിരി ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ആംബുലൻസ് ആയിരുന്നു. ഇത് എത്രയും പെട്ടെന്ന്, അതായത് ഈ വാഹനത്തിൽ വേറൊരു വാഹനം തരാനുണ്ട്, എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുതരാവസ്ഥയിൽ കഞ്ഞിക്കുഴി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾ നിലവിൽ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഇത് വൻ സാമ്പത്തിക ബാധ്യതയും വരുത്തുന്നു. അടിയന്തരമായി കഞ്ഞിക്കുഴി CHSക്ക് ആംബുലൻസ് അനുവദിക്കാൻ ത്രിതല പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കുലുമ്പന്റെ പിന്മുറക്കാർ അധിവസിക്കുന്ന കോളനിയിൽ കൂടി കടന്നുപോകുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. വാഴത്തോപ്പ് താന്നിക്കണ്ടം നിരപ്പിൽ നിന്നും പട്ടാളംപടി കൊലുമ്പൻ കോളനിയിലൂടെ പാറേമാവ് വില്ലേജ് പടിയിലെത്തുന്ന റോഡാണ് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത്. ഏഷ്യയ്ക്ക് അഭിമാനമായ ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കൊലുമ്പന്റെ പിന്മുറക്കാർ അധിവസിക്കുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിൽപ്പെടുന്ന പാറേമാവ് കൊലുമ്പൻ കോളനിയിലൂടെ കടന്നുപോകുന്ന റോഡാണ് ഗതാഗത സൗകര്യം അല്ലാതെ കിടക്കുന്നത്. താന്നിക്കണ്ടം നിരപ്പിൽ നിന്നും പട്ടാളംപടി കൊലുമ്പൻ കോളനിയിലൂടെ പാറേമാവ് വില്ലേജ് പടിയിലെത്തുന്ന ഈ റോഡിന് 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. റോഡിന്റെ രണ്ടറ്റവും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ടാറിങ്ങും കോൺക്രീറ്റുമൊക്കെ നടത്തിയെങ്കിലും മധ്യഭാഗത്തായി കേവലം 200 മീറ്റർ മാത്രമാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. പട്ടാളപ്പടിയിൽ നിന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് പൈനാവ് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ പൈനാവ് ചെന്നിട്ട് 7 കിലോമീറ്റർ പോകണം. ആ പോക്ക് ഞങ്ങൾക്കൊരു 200 മീറ്റർ 300 മീറ്റർ റോഡ് ആയാൽ 1.5 കിലോമീറ്റർ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം മെഡിക്കൽ കോളേജിൽ ചെല്ലാം. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ റോഡ് കിടക്കുന്നത്. ഞങ്ങൾ കൂടി വെട്ടിയുണ്ടാക്കിയ വഴിയായത്. പിന്നെ പഞ്ചായത്ത് എടുത്തു. അവർ പിന്നെ അത് ഞങ്ങൾക്ക് അവിടെ പല റീച്ചുകളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അവിടം വരെയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 100-300 മീറ്ററോടെ വെച്ചാൽ തീർത്താൽ പണിയേറെ വണ്ടി ഓടും. ഞങ്ങളിപ്പം ആശുപത്രിയിൽ പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഓട്ടോ വിളിച്ച് വരണമെങ്കിൽ ഓട്ടോക്കാർ വരികയില്ല. ഈ 200 മീറ്റർ ദൂരം കോൺക്രീറ്റ് നടത്തിയാൽ പ്രദേശവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്താൻ കഴിയും. നിലവിൽ 7 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കുന്ന സ്ഥാനത്ത് കേവലം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെഡിക്കൽ കോളേജിലും വില്ലേജ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലും എത്താൻ കഴിയും. ചെറുതോണി അണക്കെട്ടിന്റെ ഉൾപ്പെടെ ദീർഘദൂര കാഴ്ചയൊരുക്കുന്ന മന്ത്രപ്പാറ വ്യൂ പോയിന്റും ഈ വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ ആസ്ഥാനത്തുള്ള ഈ റോഡിനോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് യാതൊരുവിധ ന്യായീകരണവുമില്ല. കട്ടപ്പന നഗരസഭാ പരിധിയിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെയും ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് ജേതാക്കളെയും അനുമോദിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുന്നവരെയും ഡിഗ്രി പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളെയും 10 വർഷമായി കട്ടപ്പന നഗരസഭ അനുമോദിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കറിയാം. മത്സര പരീക്ഷകൾ എങ്ങനെ വിജയിച്ചു വരണം. ഇപ്പൊ നീറ്റ് പരീക്ഷയിൽ എത്രയോ ഉന്നത റാങ്ക് കിട്ടിയ ആളുകൾ ഇടുക്കി ജില്ലക്കാരായിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ, എഞ്ചിനീയറിംഗിലൊക്കെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അതിൽ പഠിക്കാൻ അവസരം കിട്ടിയവരായിരിക്കും. ഇനി അതല്ലെങ്കിൽ നാളെ ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരായിരിക്കും. അപ്പോ ഇപ്പൊ തൊട്ടപ്പുറത്ത് ബ്രില്യന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, പാലായി. 15,000-ലധികം കുട്ടികളോടെ ആ മത്സര പരീക്ഷാ കേന്ദ്രത്തിൽ പഠിക്കുന്നു. സൈലം എന്ന് പറയുന്ന ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞാൻ പരിപാടി നടത്തി അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഓൺലൈൻ പരീക്ഷ അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് സമ്പ്രദായം അല്ലെങ്കിൽ അവരുടെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ പഠിക്കുന്നു. അപ്പോ എങ്ങനെ തീവ്രമായ ഈ മത്സരങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കി അതിനെ നല്ലവണ്ണം പ്രയോജനപ്പെടുത്താൻ ഇടുക്കിയിലെ കുട്ടികൾ ഇന്ന് പ്രാവീണ്യമുള്ളവരായി മാറിയിരിക്കുന്നു എന്നുള്ളത് നാളെയുടെ പ്രതീക്ഷയാണ്.
വിവിധ പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായ 3 പേരെയും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 63 വിദ്യാർത്ഥികളെയും SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ 87 കുട്ടികളെയും ചടങ്ങിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഐബിമോൾ രാജൻ, ജാൻസി ബേബി, ലീലാമ ബേബി, മനോജ് മുരളി, സിബി പാറപ്പായി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളത്തൂവൽ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയെന്ന കൃഷിവകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി നടന്നത്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും പച്ചക്കറി കൃഷി ഇറക്കുന്ന കർഷകർക്ക് കൂടുതൽ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനും ലക്ഷ്യമിട്ട കൃഷിവകുപ്പ് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് വെള്ളത്തൂവൽ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചത്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പൂർവികന്മാര് ശരിക്കും മിഥുനമാസത്തിലെ ഒരു പച്ചക്കറി തൈകൾ നട്ട ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കുന്നതിന് മുന്നൊരുക്കമായിട്ടാണ് ഈ സമയങ്ങളിൽ കൃഷി ചെയ്യുന്നത്. കാരണം പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അറിവാണ് ഈ സമയങ്ങളിൽ കൃഷി ചെയ്താൽ മികച്ച വിളവുണ്ടാകും. മികച്ച വിളവെടുപ്പിലൂടെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം. പക്ഷേ നമ്മുടെ പ്രതികൂല കാലാവസ്ഥയും അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറേ മടിച്ച് മാറി നിൽക്കുകയാണ് ആളുകൾ. എന്നിരുന്നാൽ പോലും ഈ പ്രാവശ്യത്തെ ഓണം അതിഗംഭീരമാക്കണം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മുടെ കർഷകരെല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം KB ജോൺസൺ അധ്യക്ഷനായിരുന്നു. അടിമാലി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മത്തായി കർഷകർക്കായി ക്ലാസ് നയിച്ചു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയൻ, കൃഷി ഓഫീസർ പ്രിയ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഇനം പച്ചക്കറി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു. ജൈവ ജീവാണു കീടനാശിനികളും പരിപാടിയിൽ കർഷകർക്ക് ലഭ്യമാക്കി. അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ഫ്രീ ദിനത്തോടനുബന്ധിച്ച് ഉപ്പുതറ വളകോട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സജിമോൻ ടൈറ്റസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ വളകോട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ മികച്ച രീതിയിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ഫ്രീ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ വളകോട് ടൗണിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കുട്ടികൾ തന്നെ നിർമ്മിച്ച പേപ്പർ ക്യാരി ബാഗുകൾ വളകോട്ടിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്തു. തുടർന്ന് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സജിമോൻ ടൈറ്റസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് മിനി കെ, രാജീവ് ലാൽ, സയൻസ് ആൻഡ് ഇക്കോ ക്ലബ് കോർഡിനേറ്റർ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന കല്ലുകുന്ന് ADSന്റെ 27ാം വാർഷികം നടന്നു. നഗരസഭാ കൗൺസിലർ ധന്യാനിൽ ഉദ്ഘാടനം ചെയ്തു. കല്ലുകുന്ന് അങ്കണവാടിയിൽ വെച്ചാണ് ADSന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ADS ചെയർപേഴ്സൺ മിനി രവി അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ കുടുംബശ്രീകളും സംരംഭങ്ങളായിട്ട് ചേർന്നുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യാൻ ഉതകുന്ന തരത്തിൽ സർക്കാർ ധാരാളം ഫണ്ടുകൾ കുടുംബശ്രീക്ക് നൽകുന്നതായിരിക്കും. അതിന് ചെറിയ ശതമാനമായിരിക്കും പലിശ ഉൾപ്പെടുത്തി. ചടങ്ങിൽ CDS 1 ചെയർപേഴ്സൺ രത്നമ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ജോളി രാമകൃഷ്ണൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്കും ആദരവ് ഒരുക്കിയിരുന്നു. വാർഷികത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. പ്രസന്ന രാജേന്ദ്രൻ, രജി രവി, പ്രിയ സന്തോഷ്, രാധിക രാജൻ, ഭാനുമതി രാജൻ, ബീന ബിനു, ബിന്ദു സജി, ബീന ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് ജോർജ് ഇടവകയുടെ കീഴിലുള്ള സെന്റ് പീറ്റേഴ്സ് കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടന്നു. ഇടവക വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. പാരിഷ് കൗൺസിൽ അംഗം സിജോ മടത്തിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഇടവക വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെന്റ് പീറ്റേഴ്സ് കൂട്ടായ്മ ലീഡർ ഡെന്നീസ് പള്ളിപ്പറമ്പിൽ, ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ മെൽവിൻ കെ ജോസ്, സിസ്റ്റർ ആനി ആൻസിൻ, ജോർജ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു. കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാറും ഗ്യാപ്പ് റോഡും പിന്നിട്ട തേയില ചെരുവുകളുടെയും ആനയിറങ്കലിലെ പച്ചത്തുരുത്തുകളുടെയും കാഴ്ച ആസ്വദിച്ചൊരു യാത്ര. സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പ് ഏതെന്നതിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. യാത്രികരുടെ മനസ്സു കീഴടക്കിയ പാതയിലൂടെ ഇടുക്കിയിലെ നിരത്തുകളിലെ രാജാക്കന്മാരായ ജീപ്പുകൾ നിറഞ്ഞു നീങ്ങുന്ന കാഴ്ച ആസ്വദിക്കാം.
കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് സഫാരി നടത്തുന്ന 250 ജീപ്പുകളാണ് ദേശീയപാതയിൽ പെരിയകനാൽ മേഖലയിൽ ഒരേ സമയം എത്തിയത്. തേയിലച്ചെരുവുകൾക്കിടയിലൂടെ നീങ്ങുന്ന മനോഹര പാതയെ കീഴടക്കി ജീപ്പുകൾ. ഓരോ 3 മാസം കൂടുമ്പോഴും കൊളുക്കുമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് നെടുങ്കണ്ടം ജോയിന്റ് RTO ഉറപ്പുവരുത്തും. ഫിറ്റ്നസ് ഉറപ്പുവരുത്തി സ്റ്റിക്കർ പതിപ്പിക്കുന്ന ജീപ്പുകൾക്കാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത്. ഇത്തവണത്തെ പരിശോധനകളെ തുടർന്നാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. ഇവിടെ വാഹനം പരിശോധന ഉണ്ടായിരുന്നു. ആ പരിശോധനയുടെ കീഴിലാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ചെയർമാൻ, വാഹനത്തിന് ഉടമസ്ഥ അതിൻ്റെ ചെയർമാനായിരിക്കുന്നത് ഞങ്ങളുടെ ഇടുക്കിയിൽ നെടുങ്കണ്ടം RTO ഓഫീസിലാണ്. അതിൻ്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓരോ വർഷത്തിൽ 3 മാസം കൂടുന്തോറും ഞങ്ങൾക്ക് വാഹനങ്ങൾ പരിശോധിച്ച് അതിൻ്റെ കീഴിലാണ് ഈ ഘോഷയാത്രയും കൊണ്ട് നടത്തുന്നത്. ഇവർ ഈ കൊളുക്കുമലയ്ക്ക് വാഹനങ്ങളെ ഏത് രീതിക്ക് ഗസ്റ്റുകളെ കൊണ്ടുപോകണം, ഏത് രീതിക്ക് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നതെല്ലാം പരിശീലനയും ഇതും പെറ്റ് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ ഈ കൊളുക്കുമല ടൂറിസം ഡെസ്റ്റിനേഷൻ കമ്മിറ്റി കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരും കൂടെയാണ്. കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് സർവീസ് നടത്തുന്ന ജീപ്പുകളുടെ നിരക്ക് 3000 രൂപയായും ഏകീകരിച്ചു. ഒരു ജീപ്പിൽ 6 പേർക്കാണ് സഞ്ചരിക്കാൻ അനുമതി. കൊളുക്കുമലയിലെ ഉദയാസ്തമന കാഴ്ചകൾ ആസ്വദിക്കാൻ ജീപ്പിൽ ഒരു ഓഫ് റോഡ് യാത്ര മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ ആക്ടിവിറ്റികളിൽ ഒന്നാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നികമ്പോള ഒരു നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 69, വിൽപ്പനയ്ക്ക് വന്നത് 11,428, വിൽപ്പന നടന്നത് 11,428. കൂടിയ വില 2,966, ശരാശരി വില 2,445. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപ, ഏലം കൂടിയ വില 2,400, ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 90, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,060 രൂപ, വെള്ളി 120. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലെന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി മെഡിക്കൽ കോളേജിനെ വെറുമൊരു റെഫറൽ ആശുപത്രിയാക്കി ഈ സർക്കാർ മാറ്റി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സ്വപ്ന പദ്ധതിയായി തുടങ്ങിയ ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചതിന്റെ ക്രെഡിറ്റാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളതെന്നും ഡീൻ കുര്യാക്കോസ്. വീട് വയ്ക്കുന്നതിന് പോലും സ്വന്തം പട്ടയഭൂമിയിലെ കല്ല് പൊട്ടിക്കാൻ അനുമതി ലഭിക്കാത്ത നാട്ടിൽ നിന്നും റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു. റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ചു കടത്തിയത് ഉടുമ്പൻചോല പഞ്ചായത്തിലെ CHRനോട് ചേർന്നുള്ള പ്രദേശത്തു നിന്ന്. അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ അടയ്ക്കാനുള്ളത് ലക്ഷക്കണക്കിന് രൂപ. നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിച്ചതുകൊണ്ടുള്ള മനോവിഷമം മൂലമെന്ന് ആരോപണം. സംഭവത്തെ തുടർന്ന് CITU പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് തൂക്കുപാലം കല്ലുമ്മേക്കല്ല് സ്വദേശി സോണി ജോസഫ്. മാങ്കുളം കള്ളക്കൂട്ടിക്കുടിയിലെ കുടുംബങ്ങളുടെ ദുരിതയാത്ര ഈ മഴക്കാലത്തും തുടരുന്നു. കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്ക് കാരണം ഉന്നതിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തത്.
നിലവിൽ കുടിനിവാസികൾ യാത്ര ചെയ്യുന്നത് കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കെട്ടിയുണ്ടാക്കുന്ന ഈറ്റപ്പാലത്തിലൂടെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.